മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പം പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആണ്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ or PDA. Only TA is only having only finite memory implemented through states. ഓട്ടോമേറ്റ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും. ആ ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്സിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. Then example, it can remember whether the count is odd or even by using Q states. അപ്പം Q states വെച്ചിട്ട് നമുക്ക് പറയാം ആ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന്. അപ്പം 3 സ്റ്റേറ്റ് ആണെങ്കിൽ ഓഡ് ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇപ്പം 4 സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഈവൻ ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ A⁻n B⁻n. അപ്പൊ A⁻n B⁻n. ഇവിടെ നമുക്ക് ആദ്യമേ നമുക്ക് ബിയുടെ കൗണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എയുടെ കൗണ്ട് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ബിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ A⁻n B⁻n എന്നാ. എ എത്ര വട്ടം ഉണ്ടോ അത്രയും വട്ടം ബി ഉണ്ടായിരിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം എയുടെ എണ്ണം കഴിഞ്ഞിട്ടേ ബിയുടെ എണ്ണം നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പം n എന്ന് പറയുന്നത് ലാർജ് നമ്പർ ആണെങ്കിൽ നമുക്കത് സ്റ്റേറ്റ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പുതിയ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ആ മൊഡ്യൂളിന്റെ പേരാണ് പുഷ് ഡൗൺ സ്റ്റാക്ക് ഓർ പുഷ് ഡൗൺ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പം n എന്ന് പറയുന്നത് ലാർജ് നമ്പർ ആണെങ്കിൽ അത് സ്റ്റേറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ മൊഡ്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. ആ മൊഡ്യൂളിന്റെ പേരാണ് പുഷ് ഡൗൺ സ്റ്റാക്ക് അല്ലെങ്കിൽ പുഷ് ഡൗൺ സ്റ്റോർ എന്ന് പറയുന്നത്. An extended form of finite automata called push down automata is proposed with an extra new module is called push down stack or push down store. ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. അതിനകത്തൊരു പുതിയ മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിന്റെ പേരാണ് പുഷ് ഡൗൺ സ്റ്റാക്ക് ഓർ പുഷ് ഡൗൺ സ്റ്റോർ എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സ്റ്റോറേജ് ആണ്. ഡേറ്റ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പം അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ആദ്യമേ എക്സിറ്റ് ആവുന്നത്. ഇപ്പം നമ്മൾ ഇതാണ് സ്റ്റാക്ക്. ഇപ്പം നമ്മൾ 1 ഇൻസേർട്ട് ചെയ്തു, 2 ഇൻസേർട്ട് ചെയ്തു, അടുത്ത 3 ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് പോകും. അപ്പം ആദ്യമേ എക്സിറ്റ് ആവുന്നത് 3, പിന്നെ എക്സിറ്റ് ആവുന്നത് 2, പിന്നെ അടുത്ത എക്സിറ്റ് ആവുന്നത് 1. Then an element on the top of the stack push down all other elements into the stack, so it is called push down stack. അപ്പം സ്റ്റാക്ക് എലമെന്റ് ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ഉണ്ടായിരിക്കും. ആ ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ആണ് സ്റ്റാക്കിനകത്തോട്ട് എല്ലാ എലമെന്റ്സും ഇൻസേർട്ട് ചെയ്യുന്നത് ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ആയിരിക്കും. എങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? പുഷ് ഡൗൺ സ്റ്റാക്കിലോട്ടോ. അപ്പോൾ ടോപ്പ് ഈസ് എ സ്റ്റേഷനറി PDA is used to recognize CFL. CFL means context free language. ടോപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. ആ പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി PDA ആണ്. എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റയ്ക്കകത്ത് 3 ബേസിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇൻപുട്ട് സിമ്പൽ, സെക്കൻഡ് വൺ കറണ്ട് സ്റ്റേറ്റ്, തേർഡ് വൺ സ്റ്റാക്ക് ടോപ്പ് സിമ്പൽ. ഇൻപുട്ട് സിമ്പൽ എന്ന് പറയുന്നത് ഇപ്പം A⁻n B⁻n ആണെങ്കിൽ ഇവിടെ വരുന്ന ഇൻപുട്ട് സിമ്പൽ എയും ബിയും ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തരും. അടുത്തത് കറണ്ട് സ്റ്റേറ്റ്. ഇപ്പം ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് അതാണ് കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാക്ക് ടോപ്പ് സിമ്പൽ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പിൽ ഏത് എലമെന്റ് ആണോ അതാണ് സ്റ്റാക്ക് ടോപ്പ് സിമ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, basically a push down automata is finite state machine plus stack. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ കൂടെ സ്റ്റാക്ക് ആഡ് ചെയ്യുന്നതാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. ഇതിനകത്ത് വരുന്ന 3 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ടേപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻപുട്ട് സിമ്പിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻപുട്ട് ടേപ്പ് എന്ന് പറയുന്നത്. ഇപ്പം A⁻n B⁻n എന്ന് പറയുന്ന ആണ് നമ്മുടെ ലാംഗ്വേജ്. അപ്പം അതിൻ്റെ ഒരു സ്ട്രിങ് ആണ് AABB. ഇപ്പം ഈ ഇൻപുട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടേപ്പ് പറയുന്നത്. AABB.
അപ്പോൾ ഇൻപുട്ട് സിമ്പിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടേപ്പ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സെൽസ് ഓഫ് ഇൻപുട്ട് സിമ്പിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം എ, പിന്നെ ബി, പിന്നെ ബി. Each cell is capable of holding one input symbol taken from sigma. System can read only one symbol at a time. ഓരോ സെല്ലും ഇതെന്ന് പറയുന്നത് ഇവിടെ 4 സെല്ലുണ്ട്. ഓരോ സിമ്പലും ഓരോ ഇൻപുട്ട് സിമ്പലിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പം മെഷീനിൽ അറ്റ് എ ടൈമിൽ ഒരു സിമ്പലിനെ റീഡ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അടുത്ത റീഡ് ഹെഡ്. ഇറ്റ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് റീഡിങ് വൺ സിമ്പിൾ അറ്റ് എ ടൈം. ഇറ്റ് കനോട്ട് കം ബാക്ക്. ഇപ്പം റീഡ് ഹെഡ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ ഓരോ സിമ്പിൾസിനെ റീഡ് ചെയ്യുന്നത്. ആദ്യം ഈ എയിനെ റീഡ് ചെയ്യും, പിന്നെ അടുത്ത എയിനെ, പിന്നെ അടുത്ത ബി, പിന്നെ അടുത്ത ബി. അപ്പം ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ റൈറ്റ് ഡയറക്ഷനിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ആദ്യമേ എയിനെ റീഡ് ചെയ്യും, ആ റീഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത എയിനെ റീഡ് ചെയ്യും, പിന്നെ അടുത്ത ഏതാണോ ഇൻപുട്ട് സിമ്പിൾ ഇവിടെ വന്നേക്കുന്നത് ബി ആണ്, അടുത്ത ബിനെ റീഡ് ചെയ്യും, അടുത്ത ബിനെ റീഡ് ചെയ്യും. അതാണ് റീഡ് ഹെഡ് എന്ന് പറയുന്നത്. Then finite control. Finite control, it controls the read head to move in a right direction, process the input symbol, change the state, or push or pop the stack if required. ഫൈനൈറ്റ് കൺട്രോൾ ആണ് മെഷീൻസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, പുഷ് ഡൗൺ ഓട്ടോമേറ്റാനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ആദ്യമേ എന്ന് പറയുന്നത് ഇത് റീഡ് ഹെഡ് റൈറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ഇൻപുട്ട് സിമ്പിളിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന, ആൻഡ് സ്റ്റാക്കിനകത്തോട്ട് എലമെന്റ്സിനെ പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ പോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഫൈനൈറ്റ് കൺട്രോൾ ആയിരിക്കും. ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് റീഡ് ഹെഡിനെ റൈറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, പിന്നെ ഇൻപുട്ട് ടേപ്പിലെ ഇൻപുട്ട് സിമ്പിൾസിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, എലമെന്റ്സ് സ്റ്റാക്കിനകത്തോട്ട് എലമെന്റ്സ് പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും സഹായിക്കുന്നു. അതാണ് ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. An element on the top of the stack push down all other elements in the stack, so it is called push down stack. Top is stationary. PDA is used to recognize CFL. The resulting action can be change the state, push or pop if required. അപ്പം ഇവിടെ എന്ന് പറയുന്ന ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ആയിരിക്കും ഒന്നെങ്കിൽ പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോപ്പ് ചെയ്യുന്നത്, സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോപ്പ് ചെയ്യുന്നത്. അതിനെ പുഷ് ഡൗൺ സ്റ്റാക്ക് എന്ന് പറയുന്നു. ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. PDA എന്ന് പറയുന്നത് CFLനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ പുഷ് ഓപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ ആണ്. പോപ്പ് ഓപ്പറേഷൻ അനുസരിച്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ എ PDA. PDA എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് വേസിലാണ്. ഫസ്റ്റ് വൺ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, സെക്കൻഡ് വൺ എംപ്റ്റി സ്റ്റാക്ക്. അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് മീൻസ് ഫൈനൽ സ്റ്റേറ്റ്. എംപ്റ്റി സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കാണ്, എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഡേറ്റ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റാക്ക്. ഫസ്റ്റ് വൺ അക്സെപ്റ്റൻസ് ഓഫ് എ ബൈ ഫൈനൽ സ്റ്റേറ്റ്. A string W is accepted by a PDA if starting from the start state in the finite control, the start push down symbol on the top of the stack by sequence of movements. String W is read from left to right and the PDA enters a final state. The language accepted by PDA by final state, L of M is defined as L of M is equal to W, Q0 W is at 0, turnstile transition P epsilon gamma for some P element of F. ഇവിടെ L of M എന്ന് പറയുന്നത് ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. PDA അക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ ബൈ എംപ്റ്റി സ്റ്റാക്ക്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റൻസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ W എന്ന് പറയുന്ന സ്ട്രിങ് ഇത് PDA അക്സെപ്റ്റഡ് ബൈ ഫൈനൽ സ്റ്റേറ്റ് ആവണമെങ്കിൽ ഈ ഡബ്ല്യൂവിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ഇപ്പം W എന്ന് പറയുന്നത് A B എന്നാണെങ്കിൽ ഇപ്പം ആദ്യമേ A റീഡ് ചെയ്ത് Q0യിൽ നിന്ന് A റീഡ് ചെയ്ത് Q1ലോട്ട് പോകും, പിന്നെ B റീഡ് ചെയ്ത് Q2ലോട്ട് പോകും. Q2 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ W എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ B എത്തിക്കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ ക്യാരക്ടർ എത്തിക്കഴിയുമ്പം ഇത് ഫൈനൽ സ്റ്റേറ്റിലാണെങ്കിൽ ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഈ PDA അക്സെപ്റ്റ് ആണെന്ന് പറയും.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If starting with a start state in a finite control, the start push down symbol on the top of the stack by sequence of moves. എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് സ്റ്റാക്കിനകത്തോട്ട് ആദ്യമേ പുഷ് ചെയ്യും. നമ്മൾ ഓരോ എലമെന്റ്സ് എയും പുഷ് ചെയ്യും, അല്ലെങ്കിൽ ബിയും പുഷ് ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ ഒന്നുകിൽ പുഷ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞിട്ട് പോപ്പ് ചെയ്ത് ഏറ്റവും അവസാനത്തെ എലമെന്റ് ബിയും പോയി കഴിഞ്ഞ് എയും പോയി കഴിഞ്ഞ് ഇത് പോയി കഴിയുമ്പോൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയെങ്കിൽ ഇതെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ അക്സെപ്റ്റൻസ് കാണിക്കുന്നത് എൽ ഓഫ് എം ഇസിക്കൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. Q0 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ്, ഡബ്ല്യു എന്ന് പറയുന്നത് സ്ട്രിങ്, Z0 എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ ഇൻപുട്ട് സിമ്പൽ ആണ് Z0 എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് Q0യിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് എപ്സിലോൺ എന്ന് വെച്ചാൽ ഏറ്റവും എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഈ എ ബി കഴിഞ്ഞ് പിന്നെ ഇനി വരാനായിട്ടൊന്നുമില്ല, എപ്സിലോൺ ആവണം, അതാണ് എപ്സിലോൺ. പിന്നെ ഗാമ എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പൽ ആണ് ഫോർ സം പി എലമെന്റ് ഓഫ് എഫ്. പി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിലായിരിക്കണം. ദെൻ അക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക്. എം ടി സ്റ്റാക്ക് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് പറഞ്ഞ സ്ട്രിംഗ് ഡബ്ല്യു ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എം ടി പുഷ് ഡൗൺ സ്റ്റാക്ക് when the last input character is read the PDA and the W string if the pushdown stack is empty after reading the rightmost input character. ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് സ്റ്റാക്കിലെ എല്ലാ എലമെന്റ്സും പോപ്പ് ചെയ്ത് അവസാനം ഒരു എലമെന്റ്സും പോലും ഇല്ലാതിരിക്കണം. അതാണ് അക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പം എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണെങ്കിൽ ആദ്യമേ ഈ രണ്ട് എലമെന്റ്സും പോപ്പ് ചെയ്ത് ഏറ്റവും അവസാനം സ്റ്റാക്കിനകത്ത് ഒന്നും വരരുത്. ഇപ്പം എ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആണ്. അപ്പം ആദ്യമേ എ റീഡ് ചെയ്ത് ഇപ്പോൾ സ്റ്റാക്കിനകത്തുകൊണ്ട് ഒരു എലമെന്റ് പോപ്പ് ചെയ്ത്, ഇപ്പോൾ ബി റീഡ് ചെയ്ത് സ്റ്റാക്കിനകത്തോട്ട് അടുത്ത എലമെന്റ് പോപ്പ് ചെയ്ത്, അപ്പോൾ എ ബി റീഡ് ചെയ്യുമ്പം ഈ സ്റ്റാക്കിൽ നിന്ന് രണ്ട് എലമെന്റ്സും പോപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എം ടി സ്റ്റാക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ എ ബി ഇൻപുട്ട് കഴിയുകയും ചെയ്ത്, അപ്പോൾ ഇൻപുട്ട് കഴിയുകയും വേണം, സ്റ്റാക്കിനകത്ത് ഒരു എലമെന്റ്സ് ഉണ്ടാവുകയും പാടില്ല. അതാണ് അക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഒന്നും ഇല്ലായിരിക്കണം, സ്റ്റാക്കിനകത്തും ഒന്നും ഇല്ലാതിരിക്കണം. അതാണ് എം ടി സ്റ്റാക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻപുട്ടും കാലിയായിരിക്കണം, സ്റ്റാക്കിലെ എലമെന്റ്സും കാലിയായിരിക്കണം. അപ്പം ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ PDA M by empty stack n of m is defined as n of m is equal to w Q0 w Z0. Q0 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ്, W എന്ന് പറയുന്ന സ്ട്രിങ്, Z0 എന്ന് പറയുന്ന സ്റ്റാക്കിലെ എലമെന്റ്സ്. ടൺസ്റ്റൈൽ ട്രാൻസിഷൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ടൺസ്റ്റൈൽ ട്രാൻസിഷൻ Q1, എപ്സിലോൺ, എപ്സിലോൺ. Q1 എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ഇൻപുട്ടിനകത്ത് ഒന്നും കാണാൻ പാടില്ല, സ്റ്റാക്കിനകത്ത് ഒന്നും കാണാൻ പാടില്ല. ഇതാണ് അക്സെപ്റ്റൻസ് ബൈ ഫൈനൽ എം ടി സ്റ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് PDA. PDAക്കകത്ത് 7 എലമെന്റ്സ് ആണുള്ളത്. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് ആൽഫബറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിംബൽസ്. ഇത് ക്വസ്റ്റ്യനിൽ തരും, ഏതൊക്കെ സിംബൽ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ് ഫോം ചെയ്യുന്നത്, ആ സിംബൽസ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. ദെൻ ഗാമ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്ക് സിംബൽസ്. സ്റ്റാക്കിനകത്ത് നമ്മൾ ഏതൊക്കെ സിംബൽസ് ആണോ യൂസ് ചെയ്യുന്നത് അതാണ് ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. F എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. ഏതൊക്കെയാണോ ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡബിൾ സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് Z0 എന്ന് പറയുന്നത് സ്റ്റാക്കിനകത്തോട്ട് നമ്മൾ ആദ്യമേ പുഷ് ചെയ്യുന്ന എലമെന്റ് ആയിരിക്കും Z0 എന്ന് പറയുന്നത്. A special push down symbol called the initial symbol such that Z0 element of gamma. അപ്പം Z0 ആയിരിക്കും നമ്മൾ ആദ്യമേ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുന്ന എലമെന്റ്. നെക്സ്റ്റ് ഡെൽറ്റ മീൻസ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എഴുതുന്നത് Q ഇൻറ്റു സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് സിമ്പൽ ആണ്. യൂണിയൻ എപ്സിലോൺ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പൽ ഇംപ്ലൈസ് Q ഇൻറ്റു ഗാമ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് സ്റ്റാക്ക് സിംബൽസ് ആണ്, ഗാമ സ്റ്റാർ എന്ന് പറയുന്നത്.
പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. Next, instantaneous description. Instantaneous description is an informal notation of how PDA compute a input string and make a decision that a string is accepted or rejected. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു മെത്തേഡാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം തന്നിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ആണോ, തന്നിരിക്കുന്ന ലാംഗ്വേജിനകത്ത് അക്സെപ്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം AABB എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, ഈ തന്നിരിക്കുന്ന സ്ട്രിങ് ഈ ലാംഗ്വേജിനകത്ത് അക്സെപ്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ആ മെത്തേഡാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ID ഈസ് എ ട്രിപ്പിൾ ആണ്. ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 എലമെന്റ്സ് ഉണ്ട്. Q എന്ന് പറയുന്നത് സ്റ്റേറ്റ്, W എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പൽ വെച്ചിട്ടുള്ള സ്ട്രിങ്, ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്ക് സിമ്പൽ. അപ്പം ഇതിനകത്ത് 3 എലമെന്റ്സ് ആണ് വരുന്നത്. Q, W, ആൽഫ. Q എന്ന് പറയുന്നത് സ്റ്റേറ്റ്, W എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പൽസ്, ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്ക് സിമ്പൽസ്. നെക്സ്റ്റ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ടൺസ്റ്റൈൽ നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടൺസ്റ്റൈൽ നൊട്ടേഷൻ ആൻഡ് റെപ്രസെന്റ് വൺ മൂവ്. ഒരു മൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൺസ്റ്റൈൽ യൂസ് ചെയ്യുന്നു. ഇപ്പം ടൺസ്റ്റൈൽ സ്റ്റാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ സീക്വൻസ് ഓഫ് മൂവ്സ് ആണ്. ഇപ്പം തന്നിരിക്കുന്ന സ്ട്രിങ്സിനകത്ത് എത്ര മൂവ്സ് ഉണ്ടോ അതെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൺസ്റ്റൈൽ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം PBT ടൺസ്റ്റൈൽ ട്രാൻസിഷൻ QW ആൽഫ. Pയിൽ നിന്ന് Qയിലോട്ട്, Bയിൽ നിന്ന് Wയിലോട്ട്, Tയിൽ നിന്ന് ആൽഫയിലോട്ട്. This means that a transition from state P to Q, the input symbol B is consumed, the stack top T is replaced by a new string alpha. അപ്പോൾ Pയിൽ നിന്ന് Qയിലോട്ട്, Bയിൽ നിന്ന് Wയിലോട്ട്, Tയിൽ നിന്ന് ആൽഫയിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PDA പുഷ് ഡൗൺ ഓട്ടോമേറ്റ. 2 തരത്തിലുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. A PDA is said to be a deterministic push down automata if all the derivation in the design give only a single move. എല്ലാ ഡെറിവേഷനിലും ഒരു സിംഗിൾ മൂവ് മാത്രമേ ഉള്ളെങ്കിൽ, എന്നുവെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴേക്കും ഫൈനൽ സ്റ്റേറ്റിൽ എത്തുവാണെങ്കിൽ it is a deterministic push down automata. If a PDA being a state with a single input and a single stack symbol gives a single move, then the PDA is called a deterministic push down automata. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സിമ്പലും ഒരു ഒരു സ്റ്റാക്ക് സിമ്പലും മാത്രം ഉള്ളെങ്കിൽ ഇതിനെ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു സ്റ്റാക്ക് സിമ്പലും ഒരു ഇൻപുട്ട് സിമ്പലും ഒരു സീക്വൻസ് ഓഫ് മൂവ്സ് മാത്രമേ ഉള്ളെങ്കിൽ ഇറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് M is equal to Q sigma gamma Q0 Z0 delta F. Q0 number of states, sigma input symbols, delta gamma stack symbols. Q0 initial state, Z0 initial stack symbol, delta transition function, F final state. ഇവിടുത്തെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ Q into sigma union epsilon into gamma is equal to Q into sigma gamma star. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. ഇവിടെ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മൂവ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. Push down automata is called a non-deterministic if one of the derivation generate more than one move. അപ്പം എന്തെങ്കിലും ഡെറിവേഷൻസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മൂവ്സ് ഉണ്ടെങ്കിൽ അതിനെ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്നാണ് പറയുന്നത്. If a PDA being in a state with a single input and a single stack symbols gives more than one move for any of its transitional functions, then the PDA is called a NPDA. എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ട്രാൻസിഷണൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ ഫങ്ഷണൽ മൂവ്സ് ഉണ്ടെങ്കിൽ അതിനെ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്നാണ് പറയുന്നത്. പുഷ് ഡൗൺ ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷനാണ് Q സിഗ്മ ഡെൽറ്റ ഗാമ Q0 Z0 F. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് ആൽഫബറ്റ്, ഗാമ എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പൽ, Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്,
എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്, Z0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റാക്ക് സിമ്പൽ, ആൻഡ് ഡെൽറ്റ Q ഇൻറ്റു സിഗ്മ യൂണിയൻ എപ്സിലോൺ ഇൻറ്റു ഗാമ ഇംപ്ലൈസ് 2 ഇൻറ്റു ഗാമ സ്റ്റാർ. ഇവിടെ 2 വന്നതെന്ന് പറയുന്നത് ഇവിടെ ഒന്നിൽ കൂടുതൽ ട്രാൻസ്ലേഷണൽ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്, ഒന്നിൽ കൂടുതൽ ട്രാൻസിഷണൽ ഫംഗ്ഷൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ 2 ഇൻറ്റു ഗാമ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ് Q ഇൻറ്റു സിഗ്മ ഗാമ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്.